മക്കളെ, ഇന്ന് നമ്മൾ റെയിൻ ബസേരെ എന്ന യാത്രാവൃത്തിലെ ലേഖകൻ്റെ ഡയറിയാണ് എഴുതുന്നത്. അതായത് ലാസ്റ്റ് ഭാഗത്ത് ലേഖകൻ ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ആ ഭ്രാന്തനായ വ്യക്തി നാണയം ലേഖകനെ കയ്യിൽ വെച്ച് കൊടുക്കുന്നു. അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ലേഖകൻ അവിടെ നിന്ന് പോകുന്നു. പോയതിന് ശേഷം അവസാനമായിട്ട് ആ സംഭവങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ലേഖകൻ എഴുതുന്ന ഡയറിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ചോദ്യം നോക്കാം. മേനെ കഹ, ഞാൻ പറഞ്ഞു, ബായി तुम नहीं जानते कि तुमने गुरुओं का कितना मान बढ़ाया है. നിങ്ങൾക്കറിയുന്നില്ല നിങ്ങൾ ഗുരുക്കന്മാരെ എത്രമാത്രം അംഗീകരിക്കുന്നുണ്ടെന്ന്. കിസി ഏക്ക് ഗുരു കാ നഹിയും തമാം ഗുരുओं का, ഏതെങ്കിലും ഒരു ഗുരുവിനെയല്ല, ഗുരുക്കന്മാരെ മുഴുവനായും. ഇസ്കെ സാത്ത് ഹി ഹം ആകെ ബഡ്ലിയെ, അതിനുശേഷവും ഞങ്ങൾ മുന്നോട്ട് നടന്നു. ആർ ഹാം വഹ് സിക്ക ആജ് ബി മേരെ പാസ് ഹേ, അത് മാത്രമല്ല ആ നാണയം, സിക്ക നാണയം, ആ നാണയം ഇന്നും എൻ്റെ കൈവശമുണ്ട്. അതിനുശേഷം ലേഖകൻ എഴുതുന്ന ഡയറിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. താരിഖ് എഴുതണം. താരിഖ് നിങ്ങൾ എഴുതണം. ദിനാങ്ക് കേട്ടോ, ദിവസവും ഡേറ്റും എഴുതണം. ഏതെങ്കിലും ഒരു ദിവസം, രവിവാർ, സോമവാർ, മംഗൾവാർ, നിങ്ങൾക്ക് അറിയാലോ. ഒരു ഡയറി എഴുതുമ്പോൾ ഫസ്റ്റ് തന്നെ ഫോർമാറ്റ് എന്താണ്, ആ ഫോർമാറ്റ് നിങ്ങൾ എഴുതുക. താരിഖ്, ദിനാങ്ക്, ദിവസം എഴുതുക, രവിവാർ അല്ലെങ്കിൽ സോമവാർ, ഏതെങ്കിലും ഒരു ദിവസം എഴുതുക. പിന്നെ ഡേറ്റും കൊടുക്കുക. അത് രണ്ടും എഴുതണം കേട്ടോ, മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം. ആജ് കാ ദിൻ അജീബ് ബിദ ആർ യാദ്ഗാർ ബി, ഇന്നത്തെ ദിവസം വിചിത്രമായിരുന്നു, ഓർമ്മ, അത് യാദ്ഗാർ, വളരെയധികം ഓർമ്മയുള്ള, എന്നെന്നും ഓർമ്മിക്കുന്ന ഒരു ദിവസമായിരുന്നു, മറക്കാത്ത, എന്നും ഓർമ്മിക്കുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന്. सुबह जब हम मंदिर के बरामदे में निकले, रात की सारी डरावनी बातें फिर याद आ गई. सुबह जब हम मंदिर के बरामदे में निकले, രാവിലെ എപ്പോഴാണോ ഞങ്ങൾ മന്ദിരത്തിൻ്റെ, അമ്പലത്തിൻ്റെ വരാന്തയിൽ എത്തിയത്, രാത് കി സാരി ഡരാവരി ബാത്തേം, രാത്രിയുടെ എല്ലാ ഭയപ്പെടുത്തുന്ന ഓർമ്മകൾ വീണ്ടും മനസ്സിലേക്ക് വരാൻ തുടങ്ങി. ചബൂത്തരെ പർ വഹി ആത്മീ മില, ചബൂത്തരയിൽ ആ ആത്മീയെ വീണ്ടും കണ്ടു. ജിനെ രാത്ത് ബർ ഹമേ ഡരായാത, ആരാണോ രാത്രി മുഴുവൻ ഞങ്ങളെ ഭയപ്പെടുത്തിയിരുന്നത്, ആ വ്യക്തിയെ വീണ്ടും ഞങ്ങൾ കണ്ടുമുട്ടി. ലേക്കിൻ ആജ് വഹ് ശാന്തത, പക്ഷേ ഇന്ന് അയാൾ ശാന്തനായിരുന്നു. വഹ് മേരെ പൈരോം പർ ജുക് ഗയ, അയാൾ എൻ്റെ കാലുകളിൽ കുനിഞ്ഞു. और उनकी आंखों में पछतावा के आंसू थे, അയാളുടെ കണ്ണുകളിൽ പശ്ചാത്താപത്തിന്റെ കണ്ണുനീർ ഉണ്ടായിരുന്നു. मैंने उससे कहा, ഞാൻ അയാളോട് പറഞ്ഞു, भाई तुम नहीं जानते कि तुमने गुरुओं का कितना मान बढ़ाया था. സഹോദര, നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ ഗുരുക്കന്മാരെ എത്രമാത്രം അംഗീകരിക്കുന്നു എന്ന കാര്യം. രാത് മേം ഉസ്നെ മേരി മുട്ടി മേ ജോ 20 പൈസെ കാ ചോട്ടാ സാ സിക്ക രഖാ ഥാ വഹ് ആജ് ഭി മേരെ പാസ് ഹെ. രാത്രി അയാൾ എൻ്റെ കയ്യിൽ 20 പൈസയുടെ നാണയം, ചോട്ടാസാ സിക്ക, ചെറിയ ഒരു നാണയം വച്ചു. വഹ് ആജ് ഭി മേരെ പാസ്, അത് ഇന്നും എൻ്റെ കൈവശമുണ്ട്. മേരെ ലിയെ വഹ് സിർഫ് സിക്ക നഹിം, എനിക്ക് അത് കേവലം ഒരു നാണയം മാത്രമല്ല, ബൽക്കി ഉസ്കെ മൻമേ ചിപ്പേ സംസ്കാരോം കാ പ്രതീക് ഹെ, മറിച്ച് അയാളുടെ മനസ്സിൽ ഒളിച്ചിരിക്കുന്ന, മനസ്സിൽ മറഞ്ഞു നിൽക്കുന്ന സംസ്കാരത്തിൻ്റെ പ്രതീകമാണ്. ആജ് മേനെ സിക്ക കി इंसान चाहे कितना भी विचलित क्यों न हो. ആജ് മേനെ സീക്ക, ഇന്ന് ഞാൻ പഠിച്ചു, ഇൻസാൻ കിത്തനാ ബി വിചലിത് ക്യോം ന ഹോ, അച്ഛേ സംസ്കാർ കബി പൂരി തരഹ സമാപ്ത് നഹീ ഹോത്തെ. നല്ല സംസ്കാരം ഇന്നും പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല. ഇന്നും നല്ല ആളുകളുണ്ട്, സംസ്കാര ശൂന്യർ മാത്രമല്ല സംസ്കാരമുള്ളവരുമുണ്ട് എന്ന് ഞാൻ പഠിച്ചു. ഹം ആകെ ബഡ് ഗയേ ലേക്കിൻ വഹ് സിക്ക
का और रात का अनुभव हमेशा याद रहेगा. हम आगे बढ़ गए. ഞങ്ങൾ മുന്നേറി, ഞങ്ങൾ മുമ്പോട്ടേക്ക് നടക്കുകയാണ്. ലേക്കിൻ പക്ഷേ, വഹ് സിക്ക ആ നാണയവും ആ രാത്രിയിലെ ഓർമ്മയും ഹമേഷ യാദ്ര എന്നും എന്നിലുണ്ടാകും, എന്നും എന്നിൽ ഓർമ്മയായിട്ട് ഉണ്ടാകും. ഇതാണ് ലേഖകന്റെ ഡയറി.